അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ധാരാളം ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടാകുമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ചേർന്ന PSC യോഗത്തിൽ LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്ക്, ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് പുതുവർഷ സമ്മാനമായിട്ടാണ് LD ടൈപ്പിസ്റ്റ് വേരിയസ് എല്ലാ ജില്ലകളിലും നിരവധി അവസരങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷ സമർപ്പിക്കുന്ന ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള ലിസ്റ്റിൽ വരുന്ന ഒരു പരിധിയിൽപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് ഈ LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എല്ലാവർക്കും ജോലി ലഭിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ജില്ലകളിലും നിരവധി ഒഴിവുകളോടുകൂടി തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ LD ടൈപ്പിസ്റ്റ് വേരിയസ് നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് KGTA ആണ്. കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും കൂടി PSC ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലെ എല്ലാ തസ്തികകളിലും ഇപ്പോൾ കമ്പ്യൂട്ടർ സംബന്ധമായ ഒരു യോഗ്യത കൂടി PSC LD ക്ലർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ തസ്തികകളിലും ഇപ്പോൾ പൊതുവെ കമ്പ്യൂട്ടർവൽക്കരിച്ച ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഭാഗമായിട്ട് പൊതുവെ കമ്പ്യൂട്ടർ സംബന്ധമായ ഒരു യോഗ്യത കൂടി PSC അഡീഷണൽ ആയിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യോഗ്യത കൂടി ഇതിലേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു യോഗ്യത കൂടിയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നേരത്തെ തൊട്ട് ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ LD ടൈപ്പിസ്റ്റ് വേരിയസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിസ്റ്റ് സംബന്ധമായ പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് സിലബസിനെ സംബന്ധിച്ച്. സിലബസ് കമ്പ്യൂട്ടറിന് 40 മാർക്കും, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കും, അതുപോലെ തന്നെ GK 10 മാർക്കും, ഇംഗ്ലീഷ് 20 മാർക്കും, മലയാളം 20 മാർക്കും, അങ്ങനെയാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ നേരത്തെ തൊട്ടേ നമ്മൾ തയ്യാറായി കൊടുക്കുന്നുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് വരാനും ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനും നമ്മുടെ JKR അക്കാഡമി വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും ടൈപ്പിസ്റ്റ് തസ്തികയിലും കമ്പ്യൂട്ടർ തസ്തികകളും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അക്കാഡമി വഴി പഠിച്ച് ജോലി വാങ്ങിയ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളും ഞാൻ ടൈപ്പിസ്റ്റിന്റെ ക്ലാസ് തുടങ്ങുന്ന അവസരത്തിൽ 6 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 60, 70, 80 വരെയൊക്കെ കട്ട് ഓഫ് മാർക്കായി. ആ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ തുടക്കത്തിലെ നമ്മൾ കൊടുത്ത ആ ഒരു ബേസ് പഠന രീതി അതിപ്പോഴും പിന്തുടർന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പിസ്റ്റിന്റെ വേരിയസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഇനിയും നമ്മുടെ JKR അക്കാഡമി വഴിയുള്ള റാങ്ക് ഫയൽ വാങ്ങാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നു തൊട്ട് ഇന്ന് വരെയുള്ള പഴയ കാലത്തും തൊട്ടുള്ള ഇന്ന് വരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ SCRT ക്വസ്റ്റ്യനും NCERT ക്വസ്റ്റ്യനും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ
തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. LD ടൈപ്പിസ്റ്റ് വേരിയസ് അത് ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസത്തോടു കൂടി അവസാനിക്കുന്ന രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തുടർ നടപടികളൊക്കെ തന്നെ PSC ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് യോഗ്യരായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി അവലംബിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും ജോലി നേടാനും ഒക്കെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.